ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയും അതുപോലെ എല്ലാവരും തന്നെ ഉണ്ട്. അങ്ങനെ നമ്മുടെ വർഷ തെറ്റ് സമ്മതിക്കുന്നില്ല. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അതെ എന്തു പറഞ്ഞാലും ഞങ്ങളുടെ മകനല്ലേ അവന്, അതുകൊണ്ട് ഞങ്ങളെല്ലാം ക്ഷമിച്ചു. ഇനി നിങ്ങൾ തെറ്റല്ലെന്ന് പറഞ്ഞാലും തെറ്റാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ക്ഷമിച്ചല്ലേ പറ്റൂ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ദേ ഈ നിൽക്കുന്ന രേവതി എന്ത് തെറ്റാ ചെയ്തത് അതൊന്ന് നീ പറ, അത് മക്കള് പറ. ദേ നിങ്ങൾ കാരണം അവളുടെ ജീവിതം ഇല്ലാതാകേണ്ടതായിരുന്നു, അവളുടെ ജീവിതം തകരേണ്ടതായിരുന്നു. അവളെ ഈ സച്ചി എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ, എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്നറിയാമോ, ഇതിനിടയിൽ അവൾ എന്തൊക്കെ അനുഭവിച്ചെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞപ്പോ ചന്ദ്ര പറഞ്ഞു, എന്തിനാ ഇപ്പം അതൊക്കെ പറയുന്നത്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, അതൊക്കെ വിട്. അതൊക്കെ കഴിഞ്ഞ കാര്യം തന്നെയാ, ഏതായാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഏതായാലും അതൊക്കെ അങ്ങ് ഞാൻ വിട്ടു. ഇനിയിപ്പം എന്ത് ചെയ്യാനാ സച്ചി, നിന്നോടടക്കം എല്ലാരോടും ഞാൻ പറയുക, ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞാല് അവരവരുടെ പാട് നോക്കി പോകും. അച്ഛനമ്മമാരുടെ അടുത്തു നിന്നും വിട്ടു നിൽക്കും. എന്നാലേ ഇവിടെ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ 3 മക്കളും മരുമക്കളും ഈ വീട്ടിൽ തന്നെ എന്നും കാണണം. മക്കളും മരുമക്കളും ഒന്നിച്ചു കഴിഞ്ഞാലേ ഞങ്ങളുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കണമെന്നായിരുന്നു നിങ്ങളുടെ അമ്മയുടെ ആഗ്രഹം. അത് ഏതായാലും സാധിച്ചു. ഇനി നിങ്ങൾ 3 പേരും ദേ ഇങ്ങോട്ടേക്ക് വന്ന് നിന്നേ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ പെമ്മക്കളെ ആട്ടോ വിളിക്കുന്നത്, അതായത് മരുമക്കളെ. അങ്ങനെ മരുമക്കൾ 3 പേരും അവിടെ പോയി നിന്നു, മാറി ഒരു സ്ഥലത്ത് നിന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതെ ഞങ്ങൾക്ക് പെൺമക്കളില്ല, ഞങ്ങൾക്ക് 3 ആൺമക്കളാ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പം 3 പെമ്മക്കളെ കിട്ടിയേക്കുക. 3 പെമ്മക്കളെ കിട്ടുന്നുള്ള സന്തോഷത്തിൽ തന്നെയായിരുന്നു ഞങ്ങൾ പണ്ട് മുതലേ തന്നെ. പെമ്മക്കളില്ലാത്തതിന്റെ ആ ഒരു കേട് നിങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് തീർന്നു ഞങ്ങൾക്ക് അറിയായിരുന്നു. ഇപ്പൊ ഏതായാലും ആ 3 പെമ്മക്കളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ദേ ഞങ്ങൾക്ക് സ്വന്തം മക്കളെ പോലെയാ നിങ്ങള്, മരുമക്കളല്ലാട്ടോ. നിങ്ങളും അതുപോലെ തന്നെ അച്ഛനെയും അമ്മയും പോലെ തന്നെ ഞങ്ങളെ കാണണം. നിങ്ങൾ ഒത്തൊരുമയോടെ സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ കഴിയണം. അതാ ഈ അച്ഛന് ഏറ്റവും വലിയ ആഗ്രഹം. ഇനി ഈ വീടുണ്ടല്ലോ നിങ്ങളുടെ കയ്യിലാ ഇരിക്കേണ്ടത്. ആരും ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പോ കോപമോ ദേഷ്യമോ അങ്ങനെ ഒന്നും കാണിക്കരുത്. ഇവിടെ ചേച്ചിയും അനിയത്തിമാരൊക്കെ ആയിട്ട് സ്വന്തം സഹോദരികളായിട്ട് സന്തോഷമായിട്ട് കഴിയണം. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഞങ്ങള് കഴിയും, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല അച്ഛാ. സന്തോഷം മോളെ, സന്തോഷം. ഇത് തന്നെയായിരിക്കണം നിങ്ങൾക്ക് 3 പേർക്കും പറയാനുള്ളത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, സത്യം പറഞ്ഞ അങ്കിളെ, ഇങ്ങനൊരു വലിയ കുടുംബത്തിൽ കഴിയണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അതും നടന്നില്ലേ. അതുകൊണ്ട് അങ്കിൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെ ഇവിടെ കഴിയും, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അല്ല മോളെ വർഷ, നീയൊന്നും മിണ്ടിയില്ല, നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായി അങ്കിൾ, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കൈകൊട്ടും കൊട്ടി കേട്ടോ. കൈകൊട്ടിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചേച്ചി, എന്താ നീ കൈ കൊട്ടുന്നത്? അത് പിന്നെ സൂപ്പർ അങ്കിളെ, വലിയൊരു മനുഷ്യനാ, വളരെ സത്യസന്ധമായി നിഷ്കളങ്കമായി ഈ കാര്യങ്ങളൊക്കെ അങ്കിൾ സംസാരിച്ചില്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനേ ഇതുപോലെ സംസാരിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. സെന്റിമെന്റ്സ് സീനുകളൊക്കെ ഡബ് ചെയ്യുമ്പോഴുണ്ടല്ലോ ചിലര് ആർട്ടിഫിഷ്യൽ ഒക്കെ ആയിട്ട് പറയുന്ന പോലെ തോന്നും, പക്ഷെ ഇത് അതുപോലെയല്ല, ഹൃദയത്തിൽ തട്ടി പറയുന്ന പോലെ തന്നെയാ തോന്നിയത്. എന്തോ എനിക്കിത് രോമാഞ്ചം വന്നു. പിന്നെ ഉണ്ടല്ലോ ശ്രീകാന്ത് നിങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടേയിരിക്കും. അന്നൊക്കെ ഞാൻ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ഓർത്തിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പം മനസ്സിലായി ഈ കുടുംബത്തിന്റെ സന്തോഷം എന്താണെന്നും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, അങ്കിള് സൂപ്പർ അങ്കിളെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ അല്ല, അത് സത്യമായ കാര്യം തന്നെയാ. അതുകൊണ്ട് അങ്കിളിന് എന്റെ വക ഒരു ഹഗ് ഉണ്ടെന്ന് പറഞ്ഞു ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. കെട്ടിപ്പിടിച്ചിട്ട് എന്തോ അവിടെ നിന്ന് എല്ലാവർക്കും ഷോക്കായി പോയി. അങ്ങനെ ആര് രവീന്ദ്രനെ കെട്ടിപ്പിടിക്കാറില്ലല്ലോ. അങ്ങനെ രേവതിയും സച്ചിയും ശ്രുതിയും ചന്ദ്രയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ. അതായത് സ്വന്തം അച്ഛനെ എങ്ങനെയാണോ അതുപോലെ കേട്ടോ കെട്ടിപ്പിടിച്ചത്, സ്വന്തം അച്ഛന്മാരെ കെട്ടിപ്പിടിക്കുമല്ലേ. അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു, അങ്കിള് സത്യമായിട്ട് എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല, എന്റെ കണ്ണങ്ങനെ നിറയാറുള്ളതല്ല, പക്ഷെ എനിക്കിപ്പം എന്റെ കണ്ണൊക്കെ നിറയാ. എന്റെ അച്ഛൻ പോലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഫാമിലിയിൽ ഹെഡായിട്ടിരിക്കുന്നത് അവരൊക്കെ എങ്ങനെ സംസാരിക്കണമെന്ന് ഇങ്ങനെ ചിലര് പറയില്ലേ, അതുപോലെ അങ്കിളിപ്പൊ സംസാരിച്ചത്. എന്തോ എനിക്കെന്തോ എനിക്ക് പറയാൻ വയ്യ അങ്കിള് വേറെ ലെവല് തന്നെയാ. അങ്കിള് സൂപ്പറാ മോളെ. അങ്കിള് വേറെ ലെവലായിട്ട് സൂപ്പറായിട്ടൊന്നും അല്ല, അങ്കിളിന്റെ ആഗ്രഹം അങ്കിള് പറഞ്ഞതേ ഉള്ളൂ. ശ്രീകാന്തേ
നമുക്ക് ടൈം ആയില്ലേ, നമുക്ക് പോകാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ. കാരണം എന്ത് ടൈം ആകാനാ, ഫസ്റ്റ് നൈറ്റ് ആണല്ലോ, ഇനിയിപ്പം അതിന്റെ ടൈം ആണോ എന്ന് അറിയത്തില്ലല്ലോ. കാരണം നമ്മുടെ വർഷയുടെ നാക്കിന് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് വർഷ ഇതൊക്കെ വിളിച്ചു പറയും. അങ്ങനത്തെ പെട്ടെന്ന് ശ്രീകാന്ത് നോക്കിയിട്ട് വർഷേ മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പതുക്കെ പറയാ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എങ്കിൽ പിന്നെ അച്ഛാ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ട് മാറുകയാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ ഇങ്ങനെ നിൽപ്പുണ്ട് വായും തുറന്ന് അന്തം വിട്ട് കുന്തം പോലെ. ബാക്കിയുള്ളവരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ സച്ചി, അയ്യോ നോർമൽ അല്ല, അവള് നോർമൽ അല്ല, ശ്രീകാന്തിന് അങ്ങനെ തന്നെ വേണം, അവനെ അനുഭവിക്കണം. വട്ട് പിടിച്ച ഒരു സാധനത്തിനെ എവിടെന്നോ തൂക്കി പിടിച്ചോണ്ട് വന്നേക്ക, അനുഭവിക്കട്ടെ, പിന്നെ എല്ലാവരും അനുഭവിച്ചോ, എന്നെ കിട്ടൂല. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചുമ്മാതെ ഇരിക്കടാ, അവക്ക് കുഴപ്പമൊന്നുമില്ല, അവള് നല്ല പെൺകുട്ടി തന്നെയാ, നീ ചുമ്മാ അവക്ക് വട്ടുണ്ടെന്ന് പറഞ്ഞ് നിനക്ക് വട്ടാക്കാതിരുന്നാ മതി എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം. ചന്ദ്ര ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. എല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു, 2 കോടി ചിരീനെ കിട്ടിയില്ലോ, ഇനിയിപ്പൊ എന്താ വേണ്ടേ. അപ്പൊ ആ ഒരു രീതിയിലാണ് ചന്ദ്ര നിൽക്കുന്നത്. പിന്നെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷനെയും ശ്രീകാന്തിനെയും തന്നെയാണ്. അങ്ങനെ അവര് റൂമിനകത്തെ ചെറിയ റൊമാൻസ് ഒക്കെ പോലെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ നടക്കുന്നൊന്നും വർഷം വിചാരിച്ചില്ല, ഏതായാലും ഞാൻ മനസ്സിൽ വിചാരിച്ചില്ലെങ്കിലും ഇതൊക്കെ നടന്നില്ലേ, ഇപ്പോഴെനിക്ക് ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ ഈ റൂമിൽ കഴിയാൻ പറ്റുമെന്നും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ ഓർത്തില്ല. ഇനി അങ്ങോട്ടേക്ക് അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവരുമായിട്ട് ഒത്തൊരുമയോടുകൂടി അങ്ങ് പോണം. എന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുക, അല്ല നീ എന്തിനാ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം അമ്മയോട് പറഞ്ഞത്? സത്യമായിട്ടോ ആരോട് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും നിനക്കറിയില്ല, അമ്മയോട് അങ്ങനെ പറഞ്ഞു. അച്ഛനോട് പെട്ടെന്ന് ഹഗ് ചെയ്തില്ലേ നീ, അതെന്തിനാ? അതെന്താ അച്ഛൻ എനിക്ക് ഹഗ് ചെയ്യത്തില്ലേ? എനിക്ക് നിന്റെ അച്ഛനെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ എന്റെ അച്ഛനെ ഹഗ് ചെയ്യുന്ന പോലെ ഞാൻ നിന്റെ അച്ഛനെ അങ്കിളിനെ ഹഗ് ചെയ്തു. അതിനിപ്പോ എന്താ വല്ല തെറ്റുണ്ടോ? അല്ല തെറ്റൊന്നുമില്ല, എങ്കിലും ആ രീതിയല്ല ഇവിടെ ഉള്ളവരുടെ, അവരെല്ലാവരും എങ്ങനെ എടുത്തെന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി. പിന്നെ അച്ഛൻ സംസാരിക്കുമ്പോ നീ മറുത്തൊന്നും സംസാരിക്കരുത്, ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, കുറച്ച് സൈലന്റ് ആയിരിക്കണം. ഇതെന്താ നീ വലിയ റൂൾസ് ഒക്കെ പറയുന്നത്? നിന്റെ സച്ചേട്ടൻ സംസാരിക്കുന്നുണ്ടല്ലോ. സച്ചേട്ടൻ എങ്ങനെയാ? സച്ചേട്ടൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അച്ഛൻ വഴക്ക് പറയുന്ന നീ കേട്ടതല്ലേ സച്ചേട്ടനെ? അതെ, വഴക്ക് പറയുന്നൊക്കെ ഞാൻ കേട്ടു. പിന്നെ ഞാൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും എപ്പോഴും. എനിക്ക് സ്വഭാവമൊന്നും മാറ്റാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് എന്റെ സ്വഭാവം മാറ്റാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ഞാൻ മാറ്റാനും പോകുന്നില്ല. നീ ആരെയും ഇഷ്ടപ്പെട്ടത്? വർഷേനല്ലേ ഇഷ്ടപ്പെട്ടത്. അപ്പൊ വർഷയുടെ സ്വഭാവം മാറ്റേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നാലും ഈ സമയം നമ്മുടെ ശ്രീകാന്ത് ഡോറൊക്കെ അടച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും സെൽഫിയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വർഷ. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, നീ ക്യാരക്ടർ ഒന്നും മാറ്റുമൊന്നും വേണ്ട, നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീകാന്ത്, ഇത് മണിയറയാണോ അതോ ക്ലാസ് റൂം ആണോ? ഞാൻ വിട്ടു. ഏതായാലും സമയം ഞാൻ കളയുന്നില്ല. ഏതായാലും നമ്മുടെ നല്ലൊരു ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇത്. അപ്പൊ ഏതായാലും സമയം കളയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖമൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രേവതി പാലുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഡോറെ വന്നിങ്ങനെ കൊട്ടാണ് കേട്ടോ. മോളെ വർഷേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രീകാന്ത് ഞെട്ടി. ശ്രീകാന്ത് പറഞ്ഞു, ഇതേ ചേച്ചി വന്നിട്ടുണ്ട്, നീ വിട് ഏടത്തി വിളിക്കുന്ന കേട്ടില്ലേ, നീ ചെല്ല്. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, ചേച്ചി അകത്തേക്ക് കയറി വാ, അകത്തേക്ക് വന്നോ എന്നിങ്ങനെ പറയുവാണ്. കെട്ടിപ്പിടിച്ചോണ്ടിരിക്കട്ടോ, വിടുന്നൊന്നുമില്ല. എന്നിട്ടാണ് രേവതിയോട് അകത്തേക്ക് വരാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, ഇല്ല ഞാൻ അകത്തേക്ക് വരുന്നില്ല, വാ ഇറങ്ങി പുറത്തേക്ക് വാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വർഷ പുറത്തേക്ക് ചെന്നു. എന്താ ചേച്ചി എന്ന് പറഞ്ഞോണ്ട്, പിടിച്ചേ ഇന്ന പാല്. പാലോ? എനിക്ക് വേണ്ട, ഞാൻ ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചതാ, ചേച്ചി കുടിച്ചോ. എനിക്ക് പാലൊന്നും വേണ്ട. അല്ല ഞാനിത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. എനിക്ക് വിശക്കുന്നില്ല. ശ്രീകാന്തിന് വേണോ? ശ്രീകാന്തിന് വേണമെങ്കിൽ മേടിച്ചു കുടിച്ചോ. വർഷേ നീ അത് മേടിക്ക് എന്നിങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു. അപ്പം രേവതി പറഞ്ഞു, വർഷേ ഇതൊക്കെ ഒരു സമ്പ്രദായം വന്നേ, രാവിലെ രണ്ടുപേരും പാലും പഴമൊക്കെ കഴിച്ചില്ലേ, അതുപോലെ ചെറിയൊരു സമ്പ്രദായം ആണോ? അയ്യോ, ചില സീരിയലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. മനസ്സിലായി ഇങ്ങ് തരാൻ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ രേവതി കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, അതെ ഏടത്തി, ഈ വീട്ടില് ഞങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുക, അതിന്റെ കാരണക്കാരി ഏടത്തിയാ, അതുകൊണ്ട് എങ്ങനെ നന്ദി പറയണമെന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പം, ഞാൻ എന്ത് ചെയ്തിട്ടാ ശ്രീകാന്ത് നീ നന്ദി പറയുന്നത്? അല്ല ഞങ്ങളുടെ കല്യാണം നടത്തി തന്നത് ഏടത്തിയല്ലേ. ഞാനോ? നീ ഇങ്ങനെ തന്നെ പറയണം. ഇത് അമ്മ എങ്ങാനും കേട്ട് കഴിഞ്ഞാൽ എന്നെ ഇവിടെ ഇട്ട് നീർത്തിപ്പോരിക്കും. ദേവി ഇത് ഇങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ വന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ.
പക്ഷേ വന്നതിലല്ല കാര്യം, ഇനി അങ്ങോട്ട് ജീവിക്കുന്നതിലാണ് കാര്യം. ഇനി അങ്ങോട്ട് നല്ലതുപോലെ ജീവിച്ച് കാണിക്കണം. എല്ലാവരും പലതും പറയും, എന്തൊക്കെ കുറ്റങ്ങൾ പറയും, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ ജീവിക്കുന്നത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് വർഷയുടെ അച്ഛനെയും അമ്മേനെയും. അപ്പൊ വർഷയുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാകും നിങ്ങളുടെ ജീവിതമാണ് നല്ലത്, നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയാണ് നല്ലതെന്ന്. എല്ലാവരും അപ്പൊ പറഞ്ഞ വാക്ക് മാറ്റി പറയും. ശ്രീകാന്തിനെ നല്ലവനായിട്ട് കാണും. അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അങ്ങനെയോ, അതെന്തിനാ അടുത്ത് അങ്ങനെ ചെയ്യണത്? എനിക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല കേട്ടോ. വഴക്ക് കൂടരുത്, മിണ്ടരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അതിന് കിട്ടില്ല. വഴക്ക് കൂടേണ്ട സമയത്ത് വഴക്ക് കൂടണം, സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണം. അല്ലാതെ ഇതെല്ലാം മനസ്സിൽ അടക്കി പിടിച്ചിട്ട് ജീവിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെ ജീവിക്കാൻ എന്നെ കിട്ടത്തൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, വർഷേ നീ മിണ്ടാതിരിക്കുക, ഏടത്തി ഉപദേശിച്ചതല്ലേ. ഓ, ഉപദേശം സത്യം പറഞ്ഞാൽ എനിക്ക് കേൾക്കണ ഇഷ്ടമല്ല രേവതി ചേച്ചി. പിന്നെ ഞാനേ എന്റെ സ്വഭാവത്തിന് വഴക്കൊക്കെ ഉണ്ടാക്കുമ്പം അത് ശ്രീകാന്ത് അങ്ങ് ക്ഷമിക്കണം, അതല്ലേ വേണ്ടത്, അങ്ങനെയല്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അങ്ങനെയല്ല മോളെ ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാന്ന് പറഞ്ഞാലേ അതത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. മോൾക്കൊരു വിചാരം ഉണ്ടായിരിക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് എന്താ കാര്യം, അവര് എന്തിനാ ഞങ്ങളുടെ ജീവിതത്തിൽ എത്തിവലിഞ്ഞു നോക്കുന്നത് എന്നൊക്കെ. പക്ഷേ നമ്മുടെ സമൂഹം അങ്ങനെയല്ല, പിന്നെ നമ്മുടെ രീതികളും അങ്ങനെയല്ല. അതുകൊണ്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. മോളിനി അത് ഏത് രീതിയിൽ എടുക്കുന്ന അറിയില്ല. ഈ ചേച്ചി പറയാനുള്ളത് ഈ ചേച്ചി പറഞ്ഞു, ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ. ഇനി മോൾക്കത് ഉൾക്കൊള്ളുകയോ തള്ളിക്കളയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാക്കി രണ്ടും രണ്ടു വഴിക്കാകരുത്. നിങ്ങളെ ദൈവം ഒന്നിപ്പിച്ചതാ, അത് നിങ്ങൾ ഓർത്താ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി കുറെ ഉപദേശമൊക്കെ ഉപദേശിച്ചങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിച്ചു, എന്തിനാ നീ രേവതി ചേച്ചി നിന്നപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പറഞ്ഞത്? രേവതി ചേച്ചി നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞത് രേവതി എടുത്തി, പിന്നെ നീ എന്തിനാ എടുത്തിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ, അത് പിന്നെ ഞാൻ പറയാനുള്ളത് ആരോടാണെങ്കിലും പറയും. അതെ, അത് ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഈ മനസ്സിലൊന്ന് പിന്നെ എൻ്റെ മുഖത്ത് മറ്റൊന്ന് അങ്ങനെയൊന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ അപ്പൊ വെട്ടി തുറന്നു പറയും. അത് വലിയ തെറ്റാണോ ശ്രീകാന്തെ? തെറ്റാണെന്നും എനിക്ക് തോന്നുന്നില്ല. ബാ, നമുക്കിത് വെറുതെ സമയം കളയണ്ട എന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് കയറി പോകുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക, എന്നിട്ട് ചോദിക്കോ, ഉറക്കമൊന്നും വരുന്നില്ലേ? പിന്നെ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത എങ്ങനെ ഉറക്കം വരും? ആരാ അവള്? എന്തൊരു പെണ്ണാ അവള്? അല്ല, ആരെക്കുറിച്ചാ പറയുന്നേ? അല്ല, ഒരുത്തിയ പാചകക്കാരൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ലേ? എന്താ അവള് കാണിക്കുന്നത്? ഒരു മര്യാദ വേണ്ടേ? ലേശം ഉളുപ്പ് വേണ്ടേ? അച്ഛൻ സംസാരിക്കുന്ന ഇടയിൽ പോയിട്ട് കെട്ടിപ്പിടിക്കുക. അല്ല, പിന്നെ നിങ്ങളെയാണോ സച്ചേട്ട വന്ന് കെട്ടിപ്പിടിക്കേണ്ടത്? അയ്യേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, അവള് ജീവിച്ചത് അങ്ങനെയാ, കുറച്ചു മോഡേൺ അവള്. അവളുടെ അച്ഛനെ എങ്ങനെയാണോ ചെയ്യുന്നത്, എങ്ങനെയാണോ പെരുമാറുന്നത്, അതുപോലെയല്ലേ ചെയ്തുള്ളൂ. അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഓ, നീ എന്തിനാ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ഇന്നേ വരെ നീ എന്റെ ഭാഗം ചേർന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. തെറ്റ് ചെയ്താൽ പോലും നാട്ടിലുള്ള ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരുടെ കൂടെ നിന്ന് സംസാരിക്കും. പക്ഷെ നീ മാത്രം അങ്ങനെ ചെയ്യില്ല. നീ എന്റെ കൂടെ നിൽക്കത്തില്ല. എന്റെ പൊന്നു സച്ചേട്ടാ, ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ നിൽക്കുന്നത്. അല്ല, ഇനി അടുത്ത് വരണോ? ഇനി അടുത്ത് വന്ന് എന്താ കെട്ടിപ്പിടിക്കണോ? എന്റെ പൊന്നു രേവതി, നീ ചുമ്മാ ഇരിക്കുക. കണ്ടോമാരൊക്കെ വന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നു, ഉപദേശിക്കുന്നു. അച്ഛൻ ഹോസ്പിറ്റലിലാകാൻ കാരണം ഞാനാണത്രേ. അച്ഛനോടുള്ള സ്നേഹം ഭയങ്കരമാണെന്ന് പറഞ്ഞ് അവര് സംസാരിക്കുന്നത്. അച്ഛൻ പറയുന്ന ഒന്നും കേൾക്കാതെ രണ്ടുപേരും ഓടിപ്പോയി. ഞാൻ അങ്ങനെയാണോ രേവതി? ഇഷ്ടമല്ലാതിരുന്നിട്ടും അച്ഛൻ പറയുന്നതനുസരിച്ച് ഞാൻ നിന്നെ വിവാഹം കഴിച്ചില്ലേ? അപ്പം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? ഓഹോ, അപ്പൊ നിങ്ങൾ അങ്ങനെയല്ലേ സംസാരിക്കുന്നത്? അന്ന് ഇഷ്ടമല്ലായിരുന്നല്ലോ. അതാ ഞാന്. അപ്പൊ ഇപ്പോഴോ? ആദ്യപ്പോ നിനക്ക് അറിയത്തില്ലേ? ഇപ്പൊ ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പം എനിക്ക് നിന്നെ ഇഷ്ടമാണോ ഇല്ലെന്ന് അറിയത്തില്ലേ? പിന്നെ എന്തിനാ ചോദിക്കണത്? ആ കാര്യമൊക്കെ വിട്. എല്ലാത്തിനും കാരണം ഞാനാണെന്നാ പറയുന്നത്. അച്ഛൻ എന്റെ ജീവനാ. അച്ഛന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല. അതിവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും എന്നെ കുറ്റപ്പെടുത്തുന്നത്? അവര് പറഞ്ഞതേ എന്റെ മനസ്സിൽ അങ്ങ് പോകുന്നില്ല. കോലിമൂത്ത് നിൽക്കുക ഞാൻ ഇവിടെ. അച്ഛന്റെ ജീവൻ എടുക്കാൻ പോലും ആര് വന്നാലും എന്റെ ജീവൻ എടുക്കാൻ ഞാൻ പറയുന്നവനാ. എന്റെ ജീവൻ ഞാൻ വിട്ടുകൊടുക്കുന്നവനാ. അച്ഛനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. നിനക്കറിയാലോ, ആ അച്ഛൻ ആശുപത്രി പോകാൻ കാരണം ഞാനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ സഹിക്കണോ? എന്റെ അച്ഛൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റത്തില്ല. ഒന്ന് ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല. അച്ഛൻ അസുഖം വരെ ഞാനാണത്രേ കാരണം. നിങ്ങളെ അച്ഛനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അച്ഛനെ ആണെങ്കിലും എന്നെ ആണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. എന്നാലും അച്ഛൻ അസുഖം വരാൻ കാരണം ഞാനാണെന്നാണോ നീയും പറഞ്ഞു വരുന്നത്? എന്റെ പൊന്ന് സച്ചേട്ട, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സച്ചേട്ടന്റെ ദേഷ്യം ആദ്യം മാറ്റിവെക്കുക. ഇത് തന്നെ അവന്മാര് പറയുന്നത്. ദേഷ്യം. അല്ല, അതല്ലേ സത്യം?
അതിന് എന്താ വല്ല സത്യമല്ലാതെ ഉണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് നടന്നതൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. അന്ന് നിങ്ങൾ കുടിക്കാതെയാണ് വന്നിരുന്നെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാകുമായിരുന്നോ? ഇല്ലല്ലോ. അന്ന് വഴക്കുണ്ടായത് കാരണം എന്താ? അപ്പം നീയും എന്നെ കുറ്റപ്പെടുത്തല്ലേ രേവതി? നീയും എന്നെ തള്ളി പറയല്ലേ? ഞാൻ തള്ളി പറയുന്നതല്ല. ഒരാളോടുള്ള സ്നേഹം മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ, അത് പ്രകടമാക്കണം. പിന്നെ എപ്പോഴും ജീവനാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഏതായാലും നീയും പറഞ്ഞല്ലോ അച്ഛൻ അസുഖം വരാൻ കാരണം ഞാനാണെന്ന്. അപ്പൊ നിന്റെ മനസ്സിലും അതുണ്ടല്ലേ? കാരണം ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നിങ്ങൾ അന്ന് ഓവറായിരുന്നു. നിങ്ങൾ അന്ന് കുടിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഞാൻ അതാ പറഞ്ഞത്. അച്ഛന് നിങ്ങൾക്ക് ഇഷ്ടമോ? അദ്ദേഹത്തോടുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? അത് നിങ്ങൾക്ക് അറിയില്ല. അച്ഛനെ സങ്കടപ്പെടുത്തരുത്. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുടിക്കാതിരിക്കണം. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെയല്ലേ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അല്ലാതെ ഇത് പിന്നെ എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്നത്. നീ എനിക്ക് കൂടുതൽ ക്ലാസ് ഒന്നും എടുക്കണ്ട, നീ വന്നേ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചോണ്ടങ്ങ് പോവാ. നിങ്ങൾ എന്നെ വിട്. എന്തിനാ ഇനി താഴേക്ക് പോകുന്നത്? നമ്മൾ ഇവിടെയല്ലേ കിടക്കണത്. വേണ്ട. അച്ഛന് അസുഖം വരാൻ കാരണം ഞാനാണെന്ന് ശ്രുതി ശ്രീകാന്തും പറഞ്ഞു. നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞു. അതെനിക്ക് അച്ഛനോട് ചോദിക്കണം. ഞാൻ കാരണമാണോ? അച്ഛനോട് എനിക്ക് ചോദിക്കണം, ഇതെല്ലാം ഞാൻ കാരണം തന്നെയാണോ എന്ന്. വിട് സച്ചേട്ടാ, വിട്ടെ, കൈയെടുത്തേ. ഈ പാതിരാത്രി എന്തിനാ ഇനിയിപ്പൊ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നത്? ഞാൻ പറയുന്നതല്ല നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ പറയുന്നുവെന്ന് നിങ്ങൾ കേൾക്കുന്നുവെന്ന്. ഇപ്പൊ അച്ഛന്റെ അടുത്ത് എന്ന് ഇതൊക്കെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞു പോയ കാര്യങ്ങളാ ഇനി ഓർമ്മിപ്പിച്ച് അച്ഛന് വിഷമം വരുത്തി കൊടുക്കേണ്ട കാര്യമുണ്ടോ? പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അച്ഛന് ടെൻഷൻ ആവില്ലേ? വിഷമാവില്ലേ? ഇതാ ഞാൻ പറയുന്നത്. സ്നേഹമൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുള്ളൂ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അച്ഛനെ സമാധാനിപ്പിക്കുകയും സ്നേഹിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോ അതിനെ എന്നെ കിട്ടത്തില്ല. എന്റെ മനസ്സിൽ സ്നേഹമില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ എനിക്കത് സഹിക്കാൻ പറ്റില്ല രേവതി. അങ്ങനെ നമ്മുടെ രേവതി സച്ചിനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സമയം കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര പാലൊക്കെയായിട്ട് രവീന്ദ്രന്റെ അടുത്തേക്ക് വരിക. രവീന്ദ്രന്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്ന ഒരു ഗ്ലാസ് പാല് കുടിക്കേ. ഇതെന്താ ചന്ദ്ര, പതിവില്ലാതെ നീ പാലൊക്കെ കൊണ്ട്? ഇതെന്താ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണോ? അതൊന്നും നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കാതെ. അല്ല, ഇത് ഞാൻ ശ്രീകാന്തിനും വർഷയ്ക്കും എടുത്തതാ. അപ്പൊ പിന്നെ ഞാൻ ഓർത്തു ബാക്കി വന്ന പാല് നിങ്ങൾക്ക് തരാന്ന്. ഓഹോ, അപ്പൊ അവർക്ക് എടുത്തിട്ട് ബാക്കി വന്ന പാല് നീ എനിക്ക് തരാൻ വന്നല്ലേ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തു പറ്റി ഒരു ചെറിയ സോപ്പിങ്? എന്താ നിനക്ക് വേണ്ടത്? എന്തെങ്കിലും ഞാൻ മേടിച്ചു തരാനുണ്ടോ? നീ പറ, എന്താ നിനക്ക് വേണ്ടേ? എനിക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. എനിക്ക് സന്തോഷമായി രവിയേട്ട, ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ച പോലെ എന്റെ 3 മക്കളും എന്റെ അടുത്ത് തന്നെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ അവരുണ്ടല്ലോ. ആഹാ, നിന്റെ 3 മക്കളും നിന്റെ അടുത്തുള്ളത് സന്തോഷം തന്നെയാണോ? ചന്ദ്ര, ഇതെനിക്ക് വിശ്വസിക്കാമോ? പിന്നെ ഏതൊരു അമ്മമാർക്കും സ്വന്തം മക്കൾ അടുത്തുള്ളതല്ലേ സന്തോഷം. ഓഹോ, ഇതാര്? ചന്ദ്രയുടെ അമ്മ മനസ്സോ? മനസ്സിലായി. ഏതായാലും നിനക്ക് നല്ലൊരു അമ്മ മനസ്സുണ്ടെന്ന് മനസ്സിലായി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ അമ്മ മനസ്സല്ല, ഇനിയിപ്പോ ഒരു അമ്മായിയമ്മ മനസ്സും വേണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ കുടുംബത്തില് 3 മക്കള് കയറി വന്നിട്ടുണ്ട്. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് നീയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് ഞാനോ? അല്ല, എല്ലായിടത്തും അങ്ങനെയാണല്ലോ. മരുമക്കള് കയറി വരുന്നു, അമ്മായിയമ്മമാര് പ്രശ്നം ഉണ്ടാക്കുന്നു. എന്തൊക്കെ വന്നാലും അമ്മായിയപ്പന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അമ്മായിയമ്മമാരുടെ പേരില ചീത്തപ്പേരൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ ചന്ദ്ര, 3 മക്കള് കയറി വന്നു. ആ 3 പേരെയും നീ ഒരുപോലെ കാണണം. ആരെയും നീ മാറ്റി നിർത്തരുത്. പ്രത്യേകിച്ച് രേവതിയെ. തുടങ്ങി അങ്ങേർക്ക് രേവതി പുരാണം. 3 മക്കളെ എങ്ങനെയാ രവിയേട്ട ഒരുപോലെ കാണുന്നത്? എങ്ങനെയാ മാറ്റി നിർത്താതിരിക്കുന്നത്? 3 പേരും 3 ലെവലല്ലേ? അല്ല, വർഷയും നമ്മുടെ ശ്രുതി പോട്ടെന്ന് വെക്കാം. രേവതി എവിടെ കിടക്കുന്നു? വർഷയും ശ്രുതി എവിടെ കിടക്കുന്നു? ഇതാണ് നിന്റെ കുഴപ്പം. ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ വെയിറ്റ് കൃത്യം കാണിച്ചു കഴിഞ്ഞാലാണ് ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുകയും, അറിയാലോ നമ്മുടെ ഭാമയുടെ കാര്യം. ഭാമയുടെ മക്കള് ഇപ്പം ഭാമയുടെ അടുത്തുണ്ടോ? അതുപോലെ ആകരുതെന്നാ ഞാൻ പറഞ്ഞത്. നീ എല്ലാവർക്കും മാതൃകയായിരിക്കണം. നീ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക. അല്ലാതെ മരുമക്കളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാൻ ശ്രമിക്കരുത്. അവര് ഒത്തൊരുമയോടുകൂടി ജീവിക്കണം. അത് നിന്റെ കയ്യിൽ ആ കെട്ടുറുപ്പ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശം കൊടുക്കാൻ തുടങ്ങി കേട്ടോ. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്തത് നയനയുടെയും ആദർശിന്റെയും വിശേഷമാണ്. അതുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.